നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 Mobile 9037 917 916. വാർത്തകൾ വിശദമായി. സ്വയംഭരണ പദവി ലഭിച്ച തിരൂരങ്ങാടി PSMO കോളേജിന്റെ ഗ്ലോബൽ അലുമിനി മീറ്റ് പൈഗാം 24 ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1968 ആരംഭിച്ച കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ 2023 വരെയുള്ള 35,000-ലധികം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം മീറ്റിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. രജിസ്ട്രേഷൻ ഓൺലൈൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പഠിച്ചിറങ്ങിയ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 വേദികളിലായാണ് പരിപാടി നടക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഗ്ലോബൽ അലുമിനി മീറ്റ് ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യ അതിഥിയാകുമെന്നും കോളേജ് ചെയർമാൻ MK ബാവ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഡിസംബർ 28 തിരൂരങ്ങാടി PSMO കോളേജ് അലുമിനി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരു മെഗാ അലുമിനി മീറ്റ് നടക്കുന്നുണ്ട്. പൈഗാം 24 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. പൈഗാം എന്ന് പറയുന്ന ഒരു സന്ദേശം എന്നാണ് അർത്ഥം വരുന്നത്. എല്ലാ 3 വർഷം കൂടുമ്പോഴാണ് സാധാരണ ഇങ്ങനത്തെ വലിയ മെഗാ മീറ്റുകൾ സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് 2 വർഷം ആയപ്പോഴേക്കാണ് ഇപ്രാവശ്യം നടത്തുന്നത്. അതിൻ്റെ പ്രധാന കാരണം കോളേജ് PSMO കോളേജ് ഈ വർഷം ഓട്ടോണമസ് ആവുകയാണ്. അപ്പോൾ ആ വിവരം ഒന്ന് എല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് 2 വർഷം തികഞ്ഞപ്പോഴേക്കും ഞങ്ങളിങ്ങനെ ഒരു പരിപാടി വെക്കാൻ തീരുമാനിച്ചത്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പല പരിപാടികളോട് കൂടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട MP അബ്ദുൾ സമദ് സമദാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രശസ്ത കവി റഫീഖ് അഹമ്മദ് ആണ് ചീഫ് ഗസ്റ്റ്. പിന്നെ കോളേജിലെ മറ്റ് മാനേജ്മെൻറ്റ് ഭാരവാഹികളൊക്കെ അടങ്ങുന്ന ഒരു ഉദ്ഘാടന സെഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ബാച്ച് മീറ്റ്സും പിന്നെ വിവിധ കലാപരിപാടികളൊക്കെ ആയിട്ട് രാത്രി 11 മണി വരെ ഏകദേശം നീണ്ടു നിൽക്കുന്നതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കോളേജ് അലുമിനി PSMO കോളേജ് അലുമിനിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം മറ്റു കോളേജുകളെ അപേക്ഷിച്ച് PSMO കോളേജിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് PSMO കോളേജ് അലുമിനി അസോസിയേഷൻ. ഈ കഴിഞ്ഞ വർഷത്തെ NAC അക്രഡിഷനിൽ കോളേജിന് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിക്കൊടുത്ത പ്രവർത്തനം അലുമിനി അസോസിയേഷൻ ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് 10 അലുമിനി അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് 10 മാർക്കും കിട്ടിയിട്ടുണ്ട്. അത് കോളേജിനകത്തെ പ്രവർത്തനവും അലുമിനി അസോസിയേഷനിലെ മെമ്പർമാർക്ക് വേണ്ടിയും അതിന് പുറമേ സൊസൈറ്റിക്ക് വേണ്ടിയും ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആ ഒരു പോയിൻ്റ് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവിടെ കോളേജിൽ ഗോൾഡൻ ജൂബിലി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്, വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 12 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയൊരു പദ്ധതിയാണ്. അതിലേക്ക് അലുമിനി അസോസിയേഷൻ ഓഫർ ചെയ്തത് 1 കോടി രൂപയാണ്. ഏകദേശം ഒരു 90-95 ലക്ഷം ഞങ്ങൾ ഇതുവരെ സമാഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1-2 മാസത്തിനുള്ളിൽ ആ 1 കോടി എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കും. ഗ്ലോബൽ അലുമിനി മീറ്റിന്റെ ലോഗോ പ്രകാശനം കോളേജിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നേരത്തെ നിർവഹിച്ചിരുന്നു. പ്രചരണോദ്ഘാടനം ദുബായിൽ വെച്ച് കോളേജ് മാനേജർ MK ബാവയാണ് നിർവഹിച്ചത്. വാർത്താ സമ്മേളനത്തിൽ അലുമിനി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KT മുഹമ്മദ് ഷാജു, വൈസ് പ്രസിഡന്റും പബ്ലിസിറ്റി ചെയർമാനുമായ M ഹംസക്കുട്ടി, കൺവീനർ മുജീബ് താനാളൂർ, ട്രഷറർ മനരിക്കൽ അബ്ദുൾ അമർ, സലീം അമ്പാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.